കഴിഞ്ഞ ദിവസമേ കവീർ പനമ അന്തരിച്ചു. കവീർ പനമയുടെ നിര്യാണത്തിൽ പല പ്രമുഖരും അനുശോചനമൊക്കെ അറിയിച്ചു. അതുമല്ല, അതിന് 2-3 ദിവസം മുമ്പ് ഞാൻ കവീർ പനമ ഗുരുതരാവസ്ഥയിലാണ് എന്നുള്ള വീഡിയോ ഞാൻ ഇട്ടുകയും ചെയ്തു. അതിനുശേഷം ഞാൻ കവീർ പനമയുടെ മരണം കണ്ടു കഴിഞ്ഞപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് അല്പം വയ്യാതെ ഗുരുതരമായിട്ടിരിക്കുകയാണെന്ന് കേട്ടതുകൊണ്ട് വലിയ അത്ഭുതമൊന്നും തോന്നിയില്ല. പിന്നെ നമ്മൾ നോക്കിക്കണ്ടത് ആരൊക്കെ കവീർ പനമയെ കാണാൻ വരുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളാണ്. പ്രത്യേകിച്ച് മോഹൻലാലിൻ്റെ ഓരോ ചലനങ്ങളും നമ്മൾ ശ്രദ്ധാപൂർവം ഞാൻ വീക്ഷിച്ചിരുന്നു. മോഹൻലാൽ എന്ത് പറയുന്നു കവീർ പനമയുടെ മരണത്തെ പറ്റി എന്നുള്ളത്. ലാലിൻ്റെ എൻ്റെ അമ്മയായിട്ട് ഏറ്റവും കൂടുതൽ സിനിമയിൽ അഭിനയിച്ച ഒരു വ്യക്തി തന്നെയാണ് കവീർ പനമ. അപ്പം ലാലേട്ടൻ എന്ത് പറയുന്നു എന്നറിയാനുള്ളൊരു താല്പര്യം എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കുറിപ്പുകൾ ഞാനെല്ലാം ശ്രദ്ധാപൂർവം വായിക്കുകയും ചെയ്തായിരുന്നു. അവർ തമ്മിലൊരു പ്രത്യേക കെമിസ്ട്രി ഉണ്ടായിരുന്നു. മോഹൻലാലിൻ്റെ അമ്മയായിട്ട് കവീർ പനമ വെള്ളിത്തിരി വരുമ്പോഴാണ് നമുക്കും പ്രത്യേക ഒരു കെമിസ്ട്രി ഫീൽ ചെയ്യുന്നത്, അല്ലേ? പക്ഷേ അദ്ദേഹത്തിൻ്റെ പല കുറിപ്പുകളും ഞാൻ കണ്ടു. ഒറ്റ കുറിപ്പാണ് സാധാരണ എല്ലാ മാധ്യമങ്ങളിലും അദ്ദേഹം സാമൂഹിക മാധ്യമങ്ങളിലൂടെ പങ്കുവച്ച കുറിപ്പ് തന്നെയായിരുന്നു എല്ലാവരും ഇട്ടിരുന്നത്. പക്ഷേ ദേശാഭിമാനി പാർട്ടി പത്രമായ ദേശാഭിമാനിക്കകത്ത് മോഹൻലാലിൻ്റെ വലിയൊരു ലേഖനം പോലെ കണ്ടു. കവീർ പനമയുടെ മരണവുമായി ബന്ധപ്പെട്ട ഒരു ലേഖനം കണ്ടു. അതിലൊരു അമ്മ പൊന്നമ്മ എന്ന് പറഞ്ഞുകൊണ്ടാണ് കുറിപ്പ് തയ്യാറാക്കിയിരിക്കുന്നത്. അതിൻ്റെ മോഹൻലാൽ തന്നെ എഴുതിയൊരു ലേഖനമായിട്ടാണ് അത് കാണുന്നത്. പക്ഷേ സമാനം വലിയൊരു ലേഖനമായിട്ട് എനിക്ക് തോന്നി. അതുപോലെ കവീർ പനമയുടെ നമുക്ക് പ്രിയപ്പെട്ട വലിയ പൊട്ടുണ്ടല്ലോ, കവീർ പനമയെ കാണുമ്പോൾ എല്ലാം ആ വലിയ പൊട്ട് അവരുടെ നെറ്റിക്ക് കാണാമായിരുന്നു. ആ പൊട്ടും ചേർത്ത് വെച്ചാണ് അമ്മ പൊന്നമ്മ എന്ന് പറഞ്ഞുകൊണ്ട് മോഹൻലാലിൻ്റെ കുറിപ്പ് വരുന്നത്. അതുകൊണ്ട് ഒരു പത്രത്തിലും കാണാത്തത് കൊണ്ട് നമ്മളത് ശ്രദ്ധാപൂർവം വായിച്ചു. അപ്പം വായിച്ചപ്പം മോഹൻലാലിൻ്റെ പേരിൽ തന്നെയാണ് കുറിപ്പ് തയ്യാറാക്കിയിരിക്കുന്നത്. ഞാനതൊന്ന് വായിക്കാം. എൻ്റെ അമ്മയെന്ന് കേൾക്കുമ്പോൾ ഭൂമുഖത്ത് ഇവിടെയുള്ള ഭൂരിപക്ഷം മലയാള ചലച്ചിത്ര പ്രേക്ഷകർക്കും മനസ്സിൽ വിരിയുന്ന മുഖം എൻ്റെ കവീർ പനമയുടേതായിരുന്നു. ഒരുപക്ഷെ സിനിമയിൽ അവർ അമ്മ വേഷങ്ങളിൽ ഏറ്റവും കൂടുതൽ അഭിനയിച്ചിട്ടുണ്ടാകുക എൻ്റെ അമ്മയായിട്ടാകും. അത്രമാത്രം പ്രിയപ്പെട്ട മകനായിരുന്നു പുനൂഫിന് ഞാൻ. ആ കാര്യം പലപ്പോഴും തുറന്നു പറയാറുമുണ്ടായിരുന്നു. ഒരിക്കൽ തിരുവനന്തപുരത്തെ ഉൾപ്രദേശത്ത് മുറുക്കാൻ വാങ്ങാൻ കാർ നിർത്തിയപ്പോൾ ആൾക്കാർ ചുറ്റും ഓടിക്കൂടി മോഹൻലാലിൻ്റെ അമ്മയെന്ന് വിളിച്ചത് തെല്ലും പരിതത്തോടെ വിവരിക്കുകയും ചെയ്യുകയുണ്ടായി. അതുപോലെ ഞാൻ പ്രസവിക്കാത്ത മകനാണെന്ന് പറയാറുള്ളതും മറക്കാനാവില്ല. എൻ്റെ അമ്മ ശാന്തകുമാരിക്കും കവീർ പനമ എൻ്റെ അമ്മവേഷം കെട്ടുന്നത് കാണാനായിരുന്നു ഏറെ ഇഷ്ടമെന്നുള്ളത് വാസ്തവമാണ്. അപ്പം ഇത്രയും കുഴപ്പമില്ലാത്ത ഒരു കുറിപ്പ് തന്നെയാണ്. പക്ഷെ അതിന് ശേഷം വന്നതാണ് എന്നെ ഞെട്ടിപ്പിച്ചത്. നിങ്ങളും ശ്രദ്ധാപൂർവം കേൾക്കണം. എൻ്റെ ആരാധകരും അത്രയേറെ ഇഷ്ടപ്പെട്ടിരുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഈ കവീർ പനമയും മോഹൻലാലും അമ്മയും മകനും തമ്മിലുള്ള വേഷം കെട്ടുന്നത്. പക്ഷെ അതിന് ശേഷം വന്നേക്കുന്ന കുറിപ്പ് ശ്രദ്ധാപൂർവം നമ്മളൊന്ന് കേൾക്കുക. 2 പ്രിയപ്പെട്ട അമ്മമാരിൽ ജന്മം തന്ന അമ്മ നേരത്തെ യാത്ര പറഞ്ഞു പോയി. അവിടെയാണ് എനിക്കൊരു സംശയം. ഇത് മോഹൻലാൽ തന്നെ എഴുതിയ കുറിപ്പാണോ? കാരണം കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് മോഹൻലാലിൻ്റെ അമ്മയുടെ ബർത്ത്ഡേ സംബന്ധിച്ചുള്ള വാർത്തകളും ചിത്രങ്ങളും ഒക്കെ അദ്ദേഹം പങ്കുവെച്ചുകൊണ്ട് വന്നിരുന്നു. അതുപോലെ തന്നെ മിക്കവാറും വീഡിയോ മാധ്യമങ്ങളെല്ലാം നമ്മൾ കാണുന്നതാണ്. ഒരിക്കലും മോഹൻലാലിൻ്റെ അമ്മ ഇപ്പോഴും മരിച്ചിട്ടില്ല എന്നുള്ളത് സത്യം തന്നെയാണ്. വളരെ ആരോഗ്യത്തോടെ ചില പ്രായമായതിൻ്റെ ചില അസുഖങ്ങളുണ്ട് എന്നുപരി വളരെ ആരോഗ്യമായിട്ടിരിക്കുന്നതാണ് അദ്ദേഹം പങ്കുവച്ച ചിത്രങ്ങളിലൂടെ നമുക്കറിയാൻ പറ്റിയത്.
പക്ഷെ ഇതിനകത്ത് മോഹൻലാലിൻ്റെ പേരിൽ വന്നിരിക്കുന്ന കുറിപ്പിനകത്ത് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, 2 പ്രിയപ്പെട്ട അമ്മമാർ ജന്മം തന്ന അമ്മ നേരത്തെ യാത്ര പറഞ്ഞു പോയി. ഇതാ ഇപ്പോൾ അത്രമേൽ ആഴത്തിൽ സ്നേഹിച്ച സിനിമയിലെ അമ്മയും വിട്ടുപരിഞ്ഞിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഇത് ലാലേട്ടൻ തന്നെ എഴുതിയ കുറിപ്പാണോ എന്നെനിക്ക് സംശയമുണ്ട്. കാരണം ജീവിച്ചിരിക്കുന്ന അമ്മ മരിച്ചു പോയതായിട്ട് ഒരു മകനും എഴുതാൻ പറ്റത്തില്ല. പിന്നെ ആരെഴുതി? പത്രത്തിന് വേണ്ടി വേറെ ആരെങ്കിലും കുറിപ്പ് തയ്യാറാക്കി കൊടുത്തതാ മോഹൻലാലിൻ്റെ പേരിൽ കൊടുത്തതാകാനും വഴിയുണ്ട്. ഇനിയും പത്രക്കാർ തന്നെ സ്വന്തമായിട്ട് എഴുതിയതാണോ എന്നെനിക്കറിയില്ല. ഇനി ലാലേട്ടൻ എഴുതിയ കുറിപ്പിനകത്ത് അച്ചടിച്ചപ്പോൾ പറ്റിയ മിസ്റ്റേക്ക് ആകാനും വഴിയുണ്ട്. എന്തു തന്നെയായാലും ഇത് വലിയൊരു തെറ്റ് തന്നെയാണ്. ഞാൻ പറഞ്ഞില്ലേ, ഇതൊരു വലിയൊരു തെറ്റ് തന്നെയാണ്. മിക്കവാറും മാധ്യമങ്ങളിലെല്ലാം വന്ന വാർത്തകൾക്ക് എതിരായിട്ടുള്ളൊരു വാർത്ത തന്നെയാണ് ഈ വന്നിരിക്കുന്നത്. മിക്കവാറും മാധ്യമങ്ങളിൽ ഞാൻ പറഞ്ഞില്ലേ വന്നേക്കുന്നത് പെറ്റമ്മയോളം മോഹൻലാൽ എന്ന് പറഞ്ഞ ഒരു വാർത്താക്കുറിപ്പ് തന്നെ ആയിരുന്നു അദ്ദേഹം പങ്കുവച്ചിരുന്നത്. ആ കുറിപ്പ് സാമൂഹ്യ മാധ്യമങ്ങളിൽ വന്ന കുറിപ്പ് തന്നെയാണ്. അത് പത്രക്കാരെല്ലാം ഇട്ടേക്കുന്നത്. വേറെ പ്രത്യേകിച്ച് ലാലിൻ്റേതായി വന്നേക്കുന്ന ഒരു കുറിപ്പ് ഈ ദേശാഭിമാനി ഈ പത്രത്തിൽ വന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ശ്രദ്ധാപൂർവ്വം അത് നോക്കുകയും കാണുകയും ഒക്കെ ചെയ്തത്. അവിടെയാണ് ഈ മിസ്റ്റേക്ക് നമുക്ക് കണ്ടുപിടിക്കാനും പറ്റിയത്. അപ്പം ജീവിച്ചിരിക്കുന്ന മാതാവ് മരിച്ചതായിട്ട് മോഹൻലാൽ എഴുതുമോ എന്നാണ് എൻ്റെ സംശയം. ഈ കുറിപ്പിലെ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരിക്കലും ഇത് മോഹൻലാൽ എഴുതിയ മോഹൻലാലിൻ്റെ ഒരു ശൈലിയുണ്ട്, ഒരു ഭാഷയുണ്ട്. അദ്ദേഹത്തിൻ്റെ പല കുറിപ്പുകളും നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ അതുപോലെ എനിക്ക് തോന്നിയില്ല. ഓരോരുത്തർ എഴുതുമ്പോൾ ഓരോരുത്തരുടെ ശൈലിയുണ്ട്. ഇനിയും മോഹൻലാലിനെ വിളിച്ച് പത്രക്കാർ സംസാരിച്ചു കഴിഞ്ഞപ്പം നിങ്ങൾ എഴുതിക്കോ, എൻ്റെ പേര് വെച്ച് എഴുതിക്കോ എന്ന് പറഞ്ഞത് എനിക്കറിവില്ല. പറഞ്ഞെങ്കിൽ തന്നെ, ആരെങ്കിലും എഴുതിയെങ്കിൽ തന്നെ ഇത്രമേൽ വലിയൊരു തെറ്റ്, ജീവിച്ചിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ അമ്മ മരിച്ചതായിട്ട് ഒരു തെറ്റ് വരുത്തി വെച്ച ഇതാരെഴുതിയാലും സത്യം പറഞ്ഞാൽ ഈ വായനക്കാരോട് സത്യം പറഞ്ഞാൽ ക്ഷമ ചോദിക്കേണ്ട അത്യാവശ്യമാണ്. കാര്യം അത്രയ്ക്ക് വലിയൊരു മിസ്റ്റേക്കാണ് ഇത് എഴുതി വച്ചിരിക്കുന്നത്. കാരണം സാധാരണ ഒരു വ്യക്തിയാണെങ്കിൽ നമുക്കറിയില്ല, പ്രത്യേകിച്ച് മോഹൻലാലിൻ്റെ മലയാളത്തിലെ പ്രിയപ്പെട്ട നടനായ മോഹൻലാലിൻ്റെ അമ്മയെ പറ്റിയാണ് എഴുതിയിരിക്കുന്നത്. അത് മോഹൻലാൽ പറഞ്ഞതായിട്ട് തന്നെ എഴുതി വെച്ചേക്കുന്നു. അവിടെയാണ് ഏറ്റവും വലിയൊരു തെറ്റ് പറ്റിയിരിക്കുന്നത്. തെറ്റുകൾ പറ്റിക്കഴിഞ്ഞാൽ സാധാരണ മനുഷ്യ സഹജമാണ്, തെറ്റുകൾ ഉണ്ടാകാം. പ്രത്യേകിച്ച് മാധ്യമങ്ങൾ അച്ചടിക്കുമ്പോൾ തെറ്റുകൾ സംഭവിക്കാം. ആ തെറ്റുകൾ നമ്മൾ സാധാരണ പല തെറ്റുകളും നമ്മൾ കണ്ടിട്ടുണ്ട്. അതൊക്കെ മാധ്യമങ്ങൾ സാധാരണ ചെയ്തുകൊണ്ടിരിക്കുന്നത് പിറ്റേന്നൊരു ചെറിയൊരു കുറിപ്പ്, തെറ്റ് പറ്റിയെന്ന് പറഞ്ഞൊരു കുറിപ്പ് അടിക്കുക സർവ്വസാധാരണയാണ്. ഞാൻ ഇന്ന് പക്ഷെ ശ്രദ്ധിച്ചിട്ട് അങ്ങനെ ഒരു കുറിപ്പ് കണ്ടതായിട്ട് ഓർമ്മയില്ല. ഇനി അടിച്ചോന്ന് എനിക്കറിയില്ല. എന്നാലും ഞാൻ ഈ തെറ്റ് പലരും എഴുതിയേക്കുന്നതായിട്ട് ഞാൻ കണ്ടു, ഈ തെറ്റിനെ പറ്റി പറഞ്ഞുകൊണ്ട്. പക്ഷെ നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെ. അപ്പം ഈ ഞാൻ പറഞ്ഞില്ലേ ദേശാഭിമാനിക്ക് തെറ്റ് പറ്റി എന്ന് ഞാൻ പറയുമ്പം തന്നെ ആ തെറ്റ് മനുഷ്യ സഹജമാണ്. അതൊരു പ്രിൻറ്റിങ് മീഡിയയിൽ തെറ്റ് പറ്റുന്ന സർവ്വസാധാരണയാണ്. അത് നമുക്ക് തിരുത്തി ഒരു കുറിപ്പ് അടിക്കേണ്ട അത്യാവശ്യം തന്നെയാണ്. അതുപോലെ ലാലേട്ടൻ്റെ കുറിപ്പല്ലെങ്കിൽ അത് ലാലേട്ടനോടും സിനിമാ ലോകത്തോടും ഒക്കെ പ്രത്യേകിച്ച് ക്ഷമ ചോദിച്ചുകൊണ്ട് വലിയ തെറ്റൊന്നും പറയാനില്ലല്ലേ. എല്ലാം തെറ്റ് തിരുത്തുക എന്ന് പറയുന്നത് തന്നെയാണ് ഏറ്റവും വലിയൊരു കാര്യം. അത് ഈ ദേശാഭിമാനി പത്രം ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പം മറ്റൊരു വിഷയവുമായി വീണ്ടും എത്താം. ഓക്കെ, ബൈ.